അപ്പം പുതിയൊരു വിശേഷവുമായിട്ട് വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ്. കിടക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എമ്പുരാനെ സംബന്ധിച്ച് പുതിയ പുതിയ വാർത്തകൾ വരുന്നു. അപ്പം ഞാൻ കേരളത്തിലെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. 57 കോടി രൂപ, 53 കോടി രൂപയാണ് ആദ്യത്തെ എന്താ പറയുന്നത് 5 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് നേടിയത്. ഇന്ന് ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം 7 കോടിക്ക് മുകളിൽ ഇതിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 7,32,00,000 രൂപയോളം അഡ്വാൻസ് ബുക്കിംഗ് വന്നു. അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇന്നും 10 കോടിക്ക് മുകളിൽ ഇത് കളക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു ഭയങ്കര സംഭവമായിരിക്കും. കാരണം 4ാമത്തെ പ്രാവശ്യമാണ് മലയാള സിനിമയുടെ ചരിത്രത്തിന് ആദ്യമായിട്ട് ഒരു ചിത്രം 10 കോടിക്ക് മുകളിൽ 4ാമത്തെ പ്രാവശ്യവും കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എമ്പുരാൻ എന്ന് വേറെ ലെവലാണ്. വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, 8 കോടിക്ക് മുകളിൽ ഒരു മനുഷ്യർ പോലും, മലയാളത്തിലെ ഒരു നടന്മാർ പോലും കളക്ട് ചെയ്തിട്ടില്ല. ആദ്യ ദിന പ്രീഫെയിൽ ഒരു നടന്മാർക്ക് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോഴാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മലയാള സിനിമയ്ക്ക് ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തെ എതിർക്കുന്നവർ ഒത്തിരി പേര് കാണും. പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ തമ്പുരാനാണ് ലാലേട്ടന് ബദലായിട്ട് നിൽക്കാൻ വേറെ ഒരു മനുഷ്യരില്ല എന്നുള്ളതാണ് എമ്പുരാനിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 10 കോടിക്ക് മുകളിൽ ഇന്ന് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ ചിത്രം ഇന്നത്തെ കൂടെ 6ാമത്തെ ദിവസത്തോടെ കേരളത്തിൽ നിന്ന് 63 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും എന്നുള്ളതാണ്. അപ്പം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ 100 കോടിയിലേക്ക് അതിവേഗം ബഹുദൂരമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇന്ന് ചൊവ്വാഴ്ച ദിവസം, ഇന്ന് വർക്കിംഗ് ഡേ ആണ്. ബാക്കിയുള്ള ദിവസം പോലെ തന്നെ ഇന്ന് കളക്ഷൻ കിട്ടത്തില്ല. നമ്മളും പ്രതീക്ഷിച്ചത് അത് തന്നെയാണ്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെയുള്ള കാര്യങ്ങൾ, നേരത്തെയുള്ള സിനിമയുടെയൊക്കെ അവസ്ഥ നോക്കിയാണ് ഈ പ്രതീക്ഷിക്കുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നത്. അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് എമ്പുരാൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രീഫെയിൽ തുടങ്ങി കഴിയുമ്പം നമ്മുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റി. ഇതിൻ്റെ കളക്ഷൻ്റെ കാര്യത്തിൽ നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റുകയാണ്. 2 ദിവസം കൊണ്ടൊക്കെ 100 കോടി കടക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. പിന്നെ ആദ്യ ദിവസത്തെ 50 കോടിയെങ്കിലും കളക്ട് ചെയ്യണേ എന്ന് വിചാരിച്ചു. പക്ഷേ 67 കിട്ടി. ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് 12 കോടി തേക്കണം എന്ന് വിചാരിച്ചെങ്കിലും 14 കോടിക്ക് മുകളിലായി. അങ്ങനെ ഇത് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു പഴയ എല്ലാ ട്രാക്കർമാരുടെയും കണക്കൂട്ടെല്ലാം തെറ്റുന്ന പ്രകടനം തന്നെയാണ്. ഇപ്പം വേണ്ടിയതാ ഈ വർക്കിംഗ് ഡേയിൽ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയേക്കാം എന്നുള്ള വാർത്ത വരുമ്പം നമ്മൾ ഞെട്ടലിൽ തന്നെയാണ്. ഇന്നത്തെ ടിക്കറ്റിന് യാതൊരു കുറവുമില്ല. മണിക്കൂറിൽ 10,000-ൽ പരം ടിക്കറ്റുകളാണ് ഇപ്പോഴും വിറ്റുകൊണ്ട് പോകുന്നത്. ഇത് 7ാമത്തെ ദിവസമാണ് നാളെ. അപ്പം 6 ദിവസം ആയപ്പോഴും ഈ നില തന്നെ തുടരുവാണെങ്കിൽ ആ പടത്തിൻ്റെ ഒരു വിജയം എന്ന് തന്നെ പറയാം. ബുക്ക് മൈ ഷോയിലൂടെ 30 ലക്ഷം ടിക്കറ്റാണ്, 3 മില്യൺ ടിക്കറ്റാണ് വിറ്റിരിക്കുന്നത്. അത് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം എന്നോട് കമൻ്റായിട്ട് ഒരാൾ ചോദിച്ചിരുന്നു, കേരളത്തിൽ ഈ 40 കോടി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വിൽക്കാൻ പറ്റും, എത്ര ഇല്ല. ഞാൻ പറഞ്ഞു 17 ലക്ഷം ടിക്കറ്റ് വിറ്റെന്നാണ് പറഞ്ഞത്. ഇപ്പം തന്നെ 30 ലക്ഷം ടിക്കറ്റ് വിറ്റു എന്നുള്ളത് ഈ വീഡിയോ ആ സുഹൃത്ത് കാണുവാണെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കുക. 30 ലക്ഷം ടിക്കറ്റൊക്കെ മലയാള സിനിമയിൽ നിന്നൊക്കെ വിറ്റുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോകുന്നതിനപ്പുറമാണ് അല്ലേ. അത് തന്നെയാണ് എമ്പുരാൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വേൾഡ് വൈഡായിട്ടുള്ള കളക്ഷനുകൾ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതും പ്രകാരം ആദ്യ ദിവസം നമുക്ക് നേടാൻ പറ്റുന്ന 67 കോടി രൂപയാണ്. നമ്മൾ 50 പ്രതീക്ഷിച്ചു, പക്ഷേ 67 കിട്ടി. 2ാം ദിവസം 34.5 ലക്ഷം രൂപയാണ്. 3ാമത്തെ ദിവസം 35 കോടിയാണ്. 4ാമത്തെ ദിവസം 39 കോടിയാണ്. 39 കോടി 1 ലക്ഷമാണ്. 5ാമത്തെ ദിവസം ഇന്നലെ 26.2 കോടി രൂപയാണ് ഇന്നലെ കിട്ടിയത്. അങ്ങനെ 201 കോടിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്ന്
5 ദിവസം കൊണ്ട് എമ്പുരാൻ കേരളത്തിൽ നിന്നല്ല വേൾഡ് വൈഡായിട്ട് എമ്പുരാൻ നേടിയത്. അപ്പോൾ ഇന്നും ഏകദേശം ഒരു 25 റേഞ്ചൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തേത് കൊണ്ട് 2.25 കോടി തികയ്ക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കാം. അങ്ങനെയെങ്കിൽ നാളെ 250 കോടി തികയ്ക്കുമോ ഇല്ലയോ എന്നുള്ള കാത്തിരിപ്പിനാണ് നമ്മൾ പ്രതീക്ഷയോട് കാത്തിരിക്കുക. ഞാൻ നേരത്തെ വീഡിയോ പറയുമ്പോൾ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ തകർക്കാനാണ് സാധ്യത. അത് ഏകദേശം നടന്നിരിക്കും എന്ന് തന്നെ ഏകദേശം ഉറപ്പാണ്. ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ കാണുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ കേരളത്തിലെ കളക്ഷൻ തന്നെയാണ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വേൾഡ് വൈഡായിട്ട് 26 കോടി വന്നപ്പോഴും അത് 10,57,00,000 കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് മലയാള പ്രേക്ഷക സമൂഹം ഈ ചിത്രത്തെ എന്തുമാത്രം കരുതലോടെയും എന്തുമാത്രം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. പിന്നെ കർണാടകത്തിലെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. കർണാടകത്തിൽ നിന്ന് 10 കോടി രൂപയ്ക്ക് മുകളിൽ ഈ ചിത്രം കളക്ട് ചെയ്തു 5 ദിവസം കൊണ്ട് എന്നുള്ളതാണ്. 5 ദിവസം കൊണ്ട് 10 കോടി രൂപ കർണാടകത്തിൽ നിന്ന് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് തന്നെ അല്ലേ. അടുത്ത കാലത്തൊന്നും ഒരു മലയാള ചിത്രം അങ്ങനെയൊന്നും കളക്ട് ചെയ്തിട്ടില്ല. അതുപോലെ അല്ലെങ്കിൽ വലിയ സൂപ്പർ ഹിറ്റായ ചിത്രങ്ങളൊക്കെ പിന്നെ മൊഴിമാറ്റി അങ്ങോട്ടൊക്കെ പോയി മാത്രമാണ് ഇങ്ങനെയൊക്കെ. പക്ഷേ കർണാടകത്തിലെ ബാംഗ്ലൂര് കേരളത്തെ പോലെ തരംഗമായ ചിത്രമാണ്. ഈ പെരുന്നാൾ ദിനത്തിൽ 155 തിയേറ്ററിലാണ് ഇത് പ്രദർശിപ്പിച്ചത്. രാത്രി വൈകിയും അവിടെ ഷോകൾ നടക്കുന്ന വിവരവും നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് റിലീഫ് ചെയ്ത സിക്കന്ദർ എന്ന് പറയുന്ന സൽമാൻ ഖാൻ ചിത്രം 60 തിയേറ്ററിൽ മാത്രമാണ് പ്രദർശിപ്പിച്ചത് എന്ന് ഓർക്കുമ്പോൾ എമ്പുരാൻ്റെ തരംഗം ബാംഗ്ലൂരിൽ ആഞ്ഞടിക്കുക എന്ന് തന്നെ പറയാം. അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് 6 കോടിക്കടുത്ത് കളക്ഷൻ കിട്ടിയതായിട്ടും പറയുന്നുണ്ട്. അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഇതെല്ലാം രാകേഷ് നൽകുന്ന റിപ്പോർട്ടാണ്. ഇതിനിടയിൽ എമ്പുരാൻ്റെ ലാസ്റ്റ് സ്റ്റീഫൻ്റെ ചെറുപ്പകാലം കാണിച്ച ആ വ്യക്തി എല്ലാവർക്കും അറിയാം. പ്രണവ് മോഹൻലാലിൻ്റെ ചിത്രം ചെറുപ്പകാലത്തെ സ്റ്റീഫൻ എന്ന പേരുകൊണ്ട് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ആ ചിത്രം അത് പുറത്തുവിട്ട ചിത്രം L3-ൽ ഈ റോഡിന് പ്രാധാന്യം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആൻ്റണി പെരുമ്പാവൂർ ഇന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. L3 ഉടനെ തന്നെ ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കാം. കാരണം ഇതിൻ്റെ ഒരു വലിയ ഓളമായിരുന്നു. അപ്പം ലൂസിഫറിൻ്റെ 1ാം ഭാഗം കഴിഞ്ഞു, 2 കഴിഞ്ഞു. ഇതിൻ്റെ 3ാം ഭാഗം ഉണ്ടാകും എന്ന് തന്നെ നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്തതിൻ്റെ പൃഥ്വിരാജ് ഒരു സാമാന്യം തിരക്കുള്ളൊരു നടനും കൂടിയാണ്. ഇതിനിടയ്ക്ക് പല കള്ളത്തരങ്ങളും പൊളിഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. മേജർ രവി പറഞ്ഞ കള്ളത്തരം പൊളിയുന്നു. മറുവശത്ത് ലാലേട്ടനും പൃഥ്വിരാജും തമ്മിൽ അകൽച്ചയിലാണ് എന്ന് ഒരു മെയിൻ സ്ട്രീം മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തു. അതൊക്കെ പൊളിഞ്ഞിരിക്കുന്നു. 3ാം ഭാഗം ഉണ്ടാകില്ല എന്ന് ചിലരെങ്കിലും കരുതി, അതെല്ലാം പൊളിഞ്ഞിരിക്കുന്നു. ആൻ്റണി പെരുമ്പാവൂർ ഇന്ന് വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു, 3ാം ഭാഗത്തിൻ്റെ ചിത്രീകരണം ആരംഭിക്കും, 3ാം ഭാഗം ഉണ്ടായിരിക്കും. തിയേറ്ററിൽ വൻ വിജയമായി മാറിയിരിക്കുന്നു എമ്പുരാൻ. അപ്പോൾ 201 കോടി വേൾഡ് വൈഡായിട്ട് കിട്ടിയപ്പം ഷെയറായിട്ട് കിട്ടിയിരിക്കുന്നത് 90 കോടി ആണ് എന്നുള്ളതും നമ്മൾ ഓർക്കുക. അപ്പം ചിലരൊക്കെ പറയുന്നത് 100 കോടി കിട്ടിക്കഴിഞ്ഞാൽ 33 കോടിയേ കിട്ടത്തുള്ളൂ. ഔദ്യോഗികമായിട്ടുള്ള കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഷെയറും എല്ലാം കൂടെ കൂട്ടിയാണ് 90 കോടി രൂപ കിട്ടിയിരിക്കുന്നു. അപ്പം സാമ്പത്തികമായിട്ട് ഇതൊരു വൻ വിജയത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് നിസ്സംശയം പറയാം. ഇനി OTT അവകാശം, സാറ്റലൈറ്റ് അവകാശങ്ങളെല്ലാം വിൽക്കാനുണ്ട്. അത് കൃത്യമായിട്ട് നിർമ്മാതാവിൻ്റെ കയ്യിലും കിട്ടും. അപ്പോൾ ഏകദേശം ഇതൊരു കൃത്യമായിട്ട് മുടക്കിയ സാമ്പത്തികം കൃത്യമായിട്ട് ഇതിനെ തിരിച്ചു പിടിക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തുമാത്രം മുന്നോട്ട് പോകും തോറും അതിൻ്റെ ലാഭം കൂടും. അതിനിടയിൽ 3ാം ഭാഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിപ്പ് തുടങ്ങി അല്ലേ, അടുത്ത കളക്ഷൻ റെക്കോർഡൊക്കെ തറക്കാൻ വേണ്ടി. നമുക്ക് കാത്തിരിക്കാം. പുതിയ വിശേഷങ്ങളും വാർത്തകൾക്കും ഒക്കെ വേണ്ടി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഒക്കെ ബൈ.